കഴിഞ്ഞ ദിവസം വെച്ച പോർക്കും പച്ചക്കായും കൂടി ഉള്ള കറിയാണ് കേട്ടോ. 1/2 കിലോ പോർക്കേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ അന്നൊരു കറി വേറെ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ 1/2 കിലോ പോർക്കിനകത്തോട്ട് ഒരു ചെറിയ സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ഒരു 3 പച്ചമുളക് അല്ലെങ്കിൽ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് തിരുമിയിട്ട് ഈ പോർക്കും കൂടി വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറത്തേക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചോട്ടെ. പിന്നെ അതിനകത്തോട്ട് വേണ്ട പൊടികളായിട്ട് 2.5 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂണോളം ഗരം മസാല, 1.5 സ്പൂണോളം കുരുമുളകും, 1/4 സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇതേപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് വേണം നമ്മൾ സവാളയൊക്കെ വാട്ടാനായിട്ട് കേട്ടോ. വെളിച്ചെണ്ണയിലോട്ട് 1 സ്പൂൺ വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് നല്ലോണം തന്നെ മൊരിഞ്ഞു വന്നു കേട്ടോ. അതിനകത്തോട്ട് ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അതൊന്ന് വഴന്നു വന്നപ്പോഴേക്കാളും നമുക്ക് ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് പച്ചക്കായ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് പച്ചമണം മാറിയപ്പോഴേക്കാളും ആ ഉപ്പിൽ വെന്ത പോർക്കിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കാളും പച്ചക്കായും കൂടി ഇട്ട് അത് കഴിഞ്ഞ് അതോ പച്ചക്കായും കൂടി ഒന്ന് ആയി കഴിയുമ്പോഴേക്കാളും ആ പോർക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടോ. ആ ചാറൊക്കെ വറ്റി ഒന്ന് കുറുകിയാൽ മതി കേട്ടോ. ഇത് ഇവിടെ ചപ്പാത്തിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്.